ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടൊരു റെസിപ്പി പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ആകെ 2 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്ട്രോബെറിയും വേണം, അതുപോലെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ന്യൂട്ടല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ന്യൂട്ടല്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് സ്ട്രോബെറി നന്നായിട്ട് കഴുകി പീസസ് ആയിട്ട് അരിഞ്ഞിടുക. ഞാനൊരു 4 പീസായിട്ടാണ് കേട്ടോ ഒരു സ്ട്രോബെറി അരിഞ്ഞേക്കണത്. എന്നിട്ട് അതിനകത്തൊരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ന്യൂട്ടല്ല ആഡ് ചെയ്യാം. ഞാനിവിടെ 4 സ്പൂൺ ന്യൂട്ടലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഒത്തിരി മധുരമായാലും എനിക്കത്ര മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടില്ല. ഞാനൊരു 4 സ്പൂൺ ഇട്ടു. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഈ സ്ട്രോബെറി ഇങ്ങനെ ഇതായി പോവാണ്ടിരിക്കാൻ നോക്കണേ, ഒടിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴിച്ചു നോക്കിയാൽ സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാനിത് കണ്ടേക്കുന്നത് ലണ്ടനിൽ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സ്ട്രോബെറി ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പീസാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.